ഫാമിലി. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും പ്ലസ് 2 എക്സാം എല്ലാം കഴിഞ്ഞ് വെക്കേഷൻ ടൈമാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ വലിയൊരു ചോദ്യമുണ്ട്. ഇനി എന്ത് പഠിക്കും എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെടുത്ത് പഠിക്കുക, അതെടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുറേ റിലേറ്റീവ്സും പേരൻസും പിന്നെ നിങ്ങളുടെ സിബ്ലിങ്സും ഇനി നിങ്ങളെ വക നിങ്ങളും അന്വേഷിക്കുന്നുണ്ടോ ഇനി എന്തെടുത്ത് പഠിക്കണം എന്നൊക്കെ. ഭയങ്കര വലിയൊരു ചോദ്യത്തിനുള്ള ഉത്തരവും അല്ലെങ്കിൽ തേടിയായിരിക്കും നിങ്ങൾ പലരും ഇരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ മക്കളെ, ആ ഒരു സമയത്ത് മിസ്സിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും എന്തിനാണ് പഠിക്കുന്നത്? നമ്മളിപ്പോൾ 1ാം ക്ലാസ് മുതൽ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നത്, അല്ലെ LKG മുതൽ നമ്മൾ ഇരുന്ന് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ നല്ലൊരു ജോലി. നല്ല ജോലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്ങനത്തെ ജോലിയാണ്? ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഹൈ സാലറി പാക്കേജ് ഒക്കെ കിട്ടുന്ന ജോലിയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ +2 വരെ നമുക്കറിയാം, സാധാരണ നമ്മൾ LKG ചേരുന്നു, പിന്നെ അങ്ങോട്ട് +2 വരെ നമുക്ക് ആ ഒരു 10th വരെ ഒരു ഫ്ലോയിൽ പോകും. +1 +2 നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു സ്റ്റേജ്, പിന്നെയുള്ള കോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെപ്പോഴും ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇനി വെക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജോലി സാധ്യത നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തുറന്നു തരുന്ന കോഴ്സ് ഏതാണ്, അത് നോക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഒരു ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന ഒരു സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്ന ആ കോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കറക്റ്റായിട്ട് പിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, നമ്മൾ വിചാരിച്ച പോലെ ഒരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ മിസ്സിനൊക്കെ ഈ സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, എന്ത് ചെയ്യും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആരും ടെൻസ്ഡ് ആവണ്ട, കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടെ നോക്കണം. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാകുമ്പോഴേ നമ്മുടെ 100% നമ്മൾ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ മിസ്സിന് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ കുറച്ചധികം, നമ്മൾ കൊമേഴ്സുകാരാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മിസ്സ് വന്നിട്ടുള്ളത്. ഇനി ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെ കുറച്ച് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനി അങ്ങോട്ട് ഞാനും യദു സാറൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് മിസ്സിന് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും എയിം ചെയ്യുന്നത് വളരെ മികച്ചൊരു കരിയർ നമുക്ക് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനുതങ്ങുന്ന രീതിയിലുള്ള കോഴ്സ് തന്നെ ആവണം എന്നാണ് അല്ലേ. അപ്പോൾ അതിന് നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷനുകളിൽ ഒന്നാണ്, അത് ജോബ് ഓറിയൻറ്റഡ് ആണ്. മിസ് പറയുന്നത് ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ് ആണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസിൽ ഒന്നാണ് ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഓക്കെ, ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഡിഗ്രി ഒക്കെ എടുത്ത് പഠിക്കാൻ പറ്റും. പക്ഷേ മിസ് ഇതുപോലെയുള്ള ജോബ് ഓറിയൻറ്റഡ് കോഴ്സസിൻ്റെ അല്ലെങ്കിൽ കോഴ്സസിനെ കുറിച്ച് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റും ഭയങ്കര കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മത്സരിച്ച് പഠിക്കുന്നുണ്ട്, ഒരുപാട് പേര് പാസ് ഔട്ട് ആകുന്നുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ നല്ല കമ്പനീസ് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്രയും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം, കോഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് പറ്റിയ ടൈപ്പ് കോഴ്സസ് ആണ് പറയുന്നത്. ഡിഗ്രി ഒക്കെ എടുത്ത് പഠിക്കാം, അതും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മിസ് പറഞ്ഞത് ACCA ആണ്. അപ്പോൾ ACCA, CMA, CS, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടാവും അല്ലേ, കോഴ്സസ്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. മിസ്സിനും ഇല്ലായിരുന്നു, നിങ്ങളുടെ ഒരു സമയമാവുന്ന സമയമല്ല, നിങ്ങളുടെ ഒരു പ്രായത്തിൽ മിസ്സിനും വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ എന്താണ് ACCA എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ACCA എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. ഇതൊരു UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇപ്പോൾ അതുപോലെ ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ബോഡിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ACCA മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ACCA കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ആ ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ബോഡിയാണെന്ന് പറയാം. ഓക്കെ, ഇതിനെപ്പോഴും ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ പുറം രാജ്യങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ പുറത്ത് പോയി ജോലി ചെയ്ത് സെറ്റിൽ ആകാൻ പറ്റിയ ടൈപ്പ് കോഴ്സാണ് ഇതെന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു ചാർട്ടേഡ് അക്കൗണ്ട് ടൈപ്പ് കോഴ്സാണ്, നമ്മൾ CA പോലെയുള്ള ഒരു ടൈപ്പ് കോഴ്സ് തന്നെയാണ്. പക്ഷെ ഇതിന് കൂടുതലായിട്ട് സ്കോപ്പ് കിടക്കുന്നത് പുറത്താണ്, അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലാണ്. ഒരുപാട് 150+ നേഷൻസ് ഇതെന്താണ് ACCA, അവിടെ എല്ലാ അംഗീകാരം ഉണ്ട് ACCAക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും രാജ്യങ്ങളിലേക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ACCA കാരി ആയിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താണ് ACCA, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
കോഴ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത് എത്ര സമയം, എത്ര കാലയളവുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ജനറലായിട്ട് 2 to 3 ഇയേഴ്സ് വരെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമെന്ന് പറയാം. ഓക്കെ, 2 രീതിയിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക്, 2 രീതിയിലുള്ള ആൾക്കാർക്കാണ് ഈ കോഴ്സിലേക്ക് എലിജിബിലിറ്റി വരുന്നത്. ഒന്ന് +2 കഴിഞ്ഞിട്ട് ചെയ്യാം, ഡിഗ്രി കഴിഞ്ഞിട്ടും ചെയ്യാം. ഓക്കെ, ഡിഗ്രി കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഈ ഒരു ACC എന്ന് പറയുന്നത് 13 പേപ്പേഴ്സ് അടങ്ങിയിട്ടുള്ളൊരു കോഴ്സാണ്. അതുപോലെ 13 പേപ്പേഴ്സും ഒരു വീഡിയോ ക്ലാസ്സും പിന്നെ ഒരു ടെസ്റ്റും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ 13 പേപ്പേഴ്സ് അടങ്ങിയിട്ടുള്ള എക്സാമിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ACC ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 4 പേപ്പേഴ്സ് എഴുതണ്ട, ഒഴിവാക്കി കിട്ടും, എക്സംഷൻ കിട്ടും. ഓക്കെ, +2 കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 13 പേപ്പേഴ്സും ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യുക, എന്തായാലും 4 പേപ്പർ എഴുതണ്ടല്ലോ എന്ന് നിങ്ങൾ ആശ്വസിക്കാൻ വരട്ടെ. മിസ്സിനോട് നിങ്ങൾ ചോദിക്കുകയാണ്, മിസ് ACC +2 കഴിയണോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണോ ബെറ്റർ എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ACC ചെയ്യണത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയും. വേറെ ഒന്നും കൊണ്ടല്ല, അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും പെട്ടെന്ന് നമുക്ക് സെറ്റിൽ ആവണം അല്ലേ. പെട്ടെന്ന് സെറ്റിലായിട്ട് പെട്ടെന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് സമയമില്ല കളയാനായിട്ട്. ഓക്കെ, അപ്പോൾ +2 കഴിഞ്ഞ പാടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ഏജ് ഇല്ല, നിങ്ങൾ കുഞ്ഞു മക്കളാണ്. അപ്പോൾ +2 കഴിഞ്ഞ പാട് ചെയ്യുന്നു, ഒരു 3 വർഷം നിങ്ങൾ അത് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിഗ്രിയും ചെയ്യാൻ വേണ്ടി പറ്റും. പാരലായിട്ട് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ എടുക്കാൻ വേണ്ടി പറ്റും ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഒരു ACCക്കാരന് ഡിഗ്രി കമ്പൽസറി ആണെന്ന് എവിടെയും പറയുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊരു കീഴ്വഴക്കാണ് ഡിഗ്രിയും കൂടെ കയ്യിലുണ്ടാവുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾ ഇത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 10, 21, 22 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ACCA ഉണ്ട്, അതായത് പ്രൊഫഷണൽ കോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രിയും നിങ്ങളുടെ കൈമ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ ഡയറക്റ്റ് ജോബിലേക്കാണ് എൻ്റർ ആവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങും. നിങ്ങളൊരു കാശുകാരനായി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ കാശുകാരിയായി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ സെൽഫായിട്ട് ഏൺ ചെയ്ത് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒരു +2 കഴിഞ്ഞ് പറയുമ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ ഏൺ ചെയ്ത് നിങ്ങളെ കരിയർ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങും. ഓക്കെ, പക്ഷേ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ എക്സംഷൻ ഒക്കെ കിട്ടും. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ഒരു 3 വർഷം, അത് കഴിഞ്ഞ് ഇതിനും ഒരു 2 to 3 ഇയേഴ്സ് കൊടുക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഏജ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ +2 തുടങ്ങുന്ന പോലെ ആയിരിക്കും, +2 കഴിഞ്ഞൊരു 21, 22 വയസ്സ് തുടങ്ങുന്ന പോലെ ആയിരിക്കില്ല എന്ത് വരുന്നുണ്ടാവും, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഏജ് മാറും. ഓക്കെ, അപ്പോൾ അത്രയും കാലത്ത് ഒരു ഗ്യാപ്പ് വരും അല്ലേ. നമുക്ക് ടൈമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ടൈം നന്നായിട്ട് മാക്സിമം അങ്ങ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അല്ലേ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, മിസ് പറഞ്ഞു 13 പേപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഈ 13 പേപ്പേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ലെവൽസ് ആക്കി തിരിച്ചിട്ടുണ്ട് ACCയിൽ. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ലെവലിനെ നമ്മൾ നോളജ് ലെവൽ എന്ന് പറയും, രണ്ടാമത്തെ ലെവലിനെ സ്കിൽ ലെവൽ എന്ന് പറയും, മൂന്നാമത്തതിനെ പ്രൊഫഷണൽ ലെവൽ എന്ന് പറയും. ഓക്കെ, ആദ്യത്തെ 2 ലെവലെന്ന് പറയുന്നത് ഒരു ബേസിക് അല്ലെ ഫണ്ടമെൻ്റൽ ലെവലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പോകുന്ന കുട്ടികളാണെങ്കിൽ ആദ്യത്തെ ലെവലായിട്ടുള്ള നോളജ്, അതിൽ 3 പേപ്പേഴ്സാണ് ഉണ്ടാവുക, രണ്ടാമത്തതിൽ 6 പേപ്പേഴ്സാണ് ഉണ്ടാവുക, മൂന്നാമത്തേൽ 4 പേപ്പേഴ്സായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യത്തെ 4 പേപ്പേഴ്സ് എക്സംഷൻ എന്നല്ലേ പറഞ്ഞത്, 4 പേപ്പേഴ്സ് എന്ന് പറയുന്നത് നോളജ് ലെവലിലെ 3 പേപ്പറും പിന്നെ സ്കിൽ ലെവലിലെ ആദ്യത്തെ പേപ്പറും, ഇതും കൂടെ ചേർത്തിട്ട് 4 എന്താണ് എക്സെപ്ഷനിലാണ്. പക്ഷേ നമ്മൾ ഡിഗ്രീനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഇതുപോലത്തെ കോഴ്സ് ചെയ്ത് പെട്ടെന്ന് സെറ്റിൽ ആവാനാണ് നോക്കേണ്ടത്. ഓക്കെ, സെറ്റല്ലേ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് മിസ് കുറച്ചുകൂടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ മിസ് പറഞ്ഞു 13 പേപ്പേഴ്സ് ആണുള്ളതെന്ന് പറഞ്ഞു, അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതിൽ ആദ്യത്തെ 4 പരീക്ഷകൾക്കൊരു പ്രത്യേകത ഉണ്ട്. മറ്റ് പരീക്ഷകളെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് MCQ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുമല്ല നെഗറ്റീവ് മാർക്ക് ഒന്നും ACCയുടെ എക്സാംസിൽ വരുന്നില്ല. ഓക്കെ, മറ്റുള്ള സബ്ജക്റ്റ് അല്ല എക്സാംസിന് വെച്ച് നോക്കുമ്പോൾ ACCക്ക് നെഗറ്റീവ് മാർക്സ് ഒന്നും വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ CA CMA പോലുള്ള കോഴ്സസിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ യദു സാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ആ CAയിലും വരുന്നൊരു പ്രശ്നമൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവരുടെ കംപ്ലീറ്റ് സിലബസിന് അവർ ഗ്രൂപ്പുകളാക്കിയിട്ടായിരിക്കും തിരിക്കുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ 5 പേപ്പർ അടങ്ങുന്നത് ഒരു ഗ്രൂപ്പ്, അടുത്ത 5 പേപ്പർ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകളായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻ കേസ് ഞാൻ 5 പേപ്പർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എഴുതിയെന്ന് വിചാരിക്കുക, ഞാൻ അതിൽ ഒരെണ്ണം തോറ്റു പോയി കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ഗ്രൂപ്പ് തോറ്റു. അപ്പോൾ അടുത്തത് ഞാൻ ആ ഗ്രൂപ്പ് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ 5 പരീക്ഷ വീണ്ടും എഴുതേണ്ട അവസ്ഥയാണ്. ഓക്കെ,
പക്ഷേ ACCAക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അവിടെ എന്താണ്, നമ്മളിപ്പോൾ ഇത്രയും പേപ്പേഴ്സ് ഉണ്ട്, അതിൽ ഇൻ കേസ് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഫെയിലായി പോവുകയാണെങ്കിൽ പേടിക്കേണ്ട, ആ പേപ്പർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അത് മറ്റ് കോഴ്സുകളെ വെച്ച് നോക്കുന്ന സമയത്ത്, മറ്റ് ചാർട്ടേഡ് കോഴ്സുകളെ വെച്ച് നോക്കുന്ന സമയത്ത് ACCAൻ്റെ എന്താണ് ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ പറഞ്ഞുതരാം മിസ്സ്. ACCAൻ്റെ ആദ്യത്തെ 4 പരീക്ഷ എന്ന് മിസ്സ് പറഞ്ഞില്ലേ, നമ്മുടെ നോളജ് ലെവലിലെയും സ്കിൽ ലെവലിലെ ആദ്യത്തെ പേപ്പറും കൂടെ ചേർത്തിട്ടുള്ള 4 പരീക്ഷകൾ എന്താണ്, ഓൺ ഡിമാൻഡാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടാവുക. അതായത് ബാക്കിയുള്ള 9 ബാക്കിയുള്ള പേപ്പേഴ്സ് എല്ലാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർ പറയുന്ന സമയത്ത് തന്നെ പോയി എഴുതൽ, പറയുന്ന ഡേറ്റുകളിൽ പോയി എഴുതുകയാണ് ചെയ്യേണ്ടത്. സാധാരണ എല്ലാ എക്സാം അങ്ങനെയല്ലേ. പക്ഷേ ഇതിൽ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ACCAൻ്റെ അഫിലിയേഷനുള്ള ഏതെങ്കിലും സെൻറ്റേഴ്സിൽ കോൺടാക്ട് ചെയ്തിട്ട് എനിക്കിങ്ങനെ പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പാരലായിട്ട് എന്ത് ചെയ്യാൻ, ഡിഗ്രിയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലുള്ള എന്തെങ്കിലും കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് എടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ACC ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ഇപ്പോൾ മിസ്സേ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തായിട്ടാണ് വർക്ക് ചെയ്യുക, ACC ഒക്കെ പാസ്സായി, ഇനി ഞാൻ എന്താവും ACC കഴിഞ്ഞാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ടാക്സ് ഓഡിറ്ററായി മാറാം. അതുപോലെ തന്നെ ഇൻസോൾവൻസി പ്രാക്ടീഷണറായി മാറാൻ വേണ്ടി പറ്റും. നിങ്ങൾ എപ്പോഴും ഒരു മാനേജർ ലെവലിലുള്ള ഒരു പോസ്റ്റ്, ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ജോബ് റോൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിലേക്കൊക്കെ ഒരു മാനേജ്മെൻറ്റിൻ്റെ നമുക്കറിയാം ബിസിനസ്സിൽ എന്തുണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ടെന്നറിയാം. മാനേജ്മെൻറ്റ് ഓരോ തീരുമാനങ്ങൾ എടുക്കും, അതിനനുസരിച്ചിട്ടായിരിക്കും ആ ബിസിനസ്സിൻ്റെ ലാഭവും നഷ്ടം എല്ലാം കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ഡിസിഷൻ എടുക്കുന്ന മാനേജ്മെൻറ്റിനെ ലീഡ് ചെയ്യുന്ന ഒരാളായിട്ട് ഒരു ACCAക്കാരന് മാറാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നതാണ്. അത് വലിയ കാര്യമാണ്. അപ്പോൾ എന്താണ്, ഭയങ്കര ഒരു സെലിബ്രിറ്റി ഒരു ഫീലാണ്. അങ്ങനത്തെ ഒക്കെ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു വലിയൊരു കരിയർ തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ACCAൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ സിലബസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കും. അതായത് സിലബസിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഈ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് ACCAൻ്റെ സിലബസിൽ അവർ കൊണ്ടുവരും. ഇപ്പോൾ അടുത്ത വർഷം എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അടുത്ത വർഷത്തെ ആഡ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് എന്താ പറയുന്നത്, ഫുൾ അപ്ഡേറ്റഡ് ആയി കിടക്കുന്ന ഒരു സിലബസ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഡിമാൻഡ് ഉണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ ഒരു കോഴ്സ് പഠിച്ചു, ഞാൻ അത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് അല്ല പഠിച്ചത്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അപ്ഡേറ്റ് ആയിട്ടുള്ള സിലബസ് ആണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളെ ആയിരിക്കും വിളിക്കുക. കാരണം അവർക്ക് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാവണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ എപ്പോഴും ഒരു ACCAക്കാരനായിരിക്കും കൂടുതൽ കഴിവുണ്ടാവുക. അപ്പോൾ അവരെ ആയിരിക്കും കൂടുതലായിട്ട് വിളിക്കാൻ ചാൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ നിങ്ങൾ വിചാരിച്ച പോലെ ഒരു കരിയറിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പറ്റുന്ന കോഴ്സസ് ആണ് ഈ ACCA, CMA India, CMA US, CA, CS എന്നൊക്കെ പറയണൊക്കെ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ നിങ്ങൾ എന്ത് വേണം, നിങ്ങളുടെ എഫേർട്ട്. അതിനിപ്പോൾ എന്ത് കോഴ്സും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ പോലും എന്താണ്, എഫേർട്ടും കൺസിസ്റ്റൻസിയും ഹാർഡ് വർക്കും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യം ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അടിവരയിട്ട് അണ്ടർലൈൻ ചെയ്ത് അങ്ങ് വെച്ചേക്കണം. ഇപ്പോൾ എന്ത് കോഴ്സ് നിങ്ങളിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് കാലം പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ഗോൾഡൻ കരിയർ ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് ACC ഒക്കെ തുറന്നു തരാൻ വേണ്ടി പോകുന്നത്. അതെപ്പോഴും മനസ്സിൽ വെക്കുക. ഓക്കെ, ഇത് മാത്രമല്ല വേറെ ഒരുപാട് കോഴ്സസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങളിങ്ങനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെ ഇനി ഉള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സസിനെ കുറിച്ച് അറിയണമെന്നാണ് നിങ്ങൾ കമൻറ്റിൽ ചെയ്യാവുന്നതാണ് കേട്ടോ, കമൻറ്റ്സിൽ പറയാവുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഞങ്ങൾ മാക്സിമം നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ACCAനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. പിന്നെ വേറൊരു കാര്യം മിസ്സിന് പറയാനുള്ളത്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ACCA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ ACCA പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി കുട്ടികളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ACCA പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, അവിടെ അപ്പോൾ വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷൻ വരും. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ACCA മാത്രം പോരാ, ACCAനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ കയ്യിലുള്ളവരായിരിക്കും പിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി നടക്കുക.
അതായത് കൺഫ്യൂഷൻ ആക്കുന്നില്ല, സിമ്പിളാക്കി പറഞ്ഞുതരാം. അതായത് 50 പേര് ACCA പഠിച്ചിറങ്ങി എന്ന് വിചാരിക്കുക. എൻ്റെ കമ്പനിയിൽ ആകെ ഒരു വേക്കൻസിയേ ഉള്ളൂ, ഒരു ACCA കാരനെ മതി എന്ന് വിചാരിക്കുക. ഈ 50 ആൾക്കാരിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലും ക്രൈറ്റീരിയ വെക്കും. ഞാൻ പറയും ചിലപ്പോൾ ACCൻ്റെ കൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കണം, ACCൻ്റെ കൂടെ ഇന്നിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തവരായിരിക്കണം. അങ്ങനെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വെറും ഒന്നിൽ മാത്രം ഒതുങ്ങരുത്. എക്സ്ട്രാ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക, ഇതുപോലെയുള്ള വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞ് സോഫ്റ്റ് സ്കില്ലിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആവും. അപ്പോൾ കൂടുതൽ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്ലസ് പോയിൻ്റ് ആണ്. നാളെ ഒരു ഇൻ്റർവ്യൂവിനോ എന്തിനു പോകുന്ന സമയം നിങ്ങളെ ഒരാളുടെ മുന്നിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നിങ്ങളെ ആരും റിജക്റ്റ് ചെയ്യില്ല, അത്രയും സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് നോളജും കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണെങ്കിൽ നിങ്ങളെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറഞ്ഞാൽ മതി. മിസ് അത് കമൻസൊക്കെ നോക്കിയിട്ട് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ വേറെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ സൂക്ഷിച്ച് സ്റ്റെപ്പുകൾ വെക്കേണ്ട സമയമാണ്. നന്നായി ചിന്തിക്കുക, നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ കോഴ്സസ് ചൂസ് ചെയ്യുക. അപ്പോൾ ACCA കേട്ടിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്.